സംസ്ഥാനത്തുടനീളം 42 കേസുകളിൽ പ്രതിയാണ് ഷിബു. എല്ലാം മോഷണവും തട്ടിപ്പ് കേസുകളും. വയോധികരായ സ്ത്രീകളാണ് പ്രതിയുടെ ഇരകൾ. റോഡരികിൽ നിൽക്കുന്ന സ്ത്രീകളോട് വഴി ചോദിക്കാനെന്ന വ്യാജേനയെത്തി മാല പൊട്ടിച്ച് കടന്നുകളയും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകൾ നിരീക്ഷിച്ച് വീട്ടിൽ കയറി മോഷ്ടിക്കും. പലവിധത്തിൽ കുറ്റകൃത്യം ആസൂത്രണം ചെയ്താണ് ഓരോ മോഷണവും. ഇവന് വേറൊരു മോഡസ് എന്ന് പറഞ്ഞാൽ ഇയാൾ തൊട്ടടുത്തുള്ള പള്ളിയിലെ പാസ്റ്റർ എന്ന് പറയും. പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പ്രായമായ അമ്മച്ചി ആരും ഉണ്ടോ എന്ന് ചോദിക്കും. അമ്മച്ചി മാത്രമുള്ളെങ്കിൽ അമ്മച്ചിക്കാണ് ഈ പ്രാവശ്യത്തെ പള്ളി എന്നുള്ള ധനസഹായം. അപ്പോൾ പ്രായമായി നിൽക്കുന്ന വീട്ടിൽ നിൽക്കുന്ന ഈ സ്ത്രീകളോട് ഇത് പറയുമ്പോൾ അവരുടെ വിശ്വാസമൊക്കെ ഉൾപ്പെടുത്തി അവരെ വിശ്വസിക്കാനുണ്ടായി. അങ്ങനെ അതിനാവശ്യമായ രീതിയിൽ 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ വേണമെന്ന് പറയും. 10,000 രൂപ കൊടുത്തു കഴിയുമ്പോൾ ഇയാൾ ഈ പൈസ വാങ്ങിക്കുന്നതിനൊപ്പം തന്നെ അമ്മച്ചിയുടെ കയ്യിലുള്ള ഗോൾഡെങ്കിൽ ഗോൾഡ്, മാലയെങ്കിൽ മാല അതുകൂടെ ഊരി കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടൂരിലെ മോഷണക്കുറ്റത്തിന് ജയിലിലായിരുന്ന പ്രതി ഇക്കഴിഞ്ഞ ജനുവരി 28-നാണ് പുറത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് വാകത്താനത്തെ വീട്ടിലെത്തി സ്വർണം മോഷ്ടിച്ചത്. നിരവധി CCTVകൾ പരിശോധിച്ചതിൽ നിന്നാണ് വാകത്താനം പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലെത്തിയാണ് ഇയാളെ വാകത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിടികൂടാനെത്തിയ പോലീസുകാരെ പ്രതി കത്തിവീശി ആക്രമിക്കാൻ ശ്രമിച്ചു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയും പോലീസ് പിടിച്ചെടുത്തു. പൂർണ്ണമായും അക്രമാസക്തനായ പ്രതി പോലീസ് സ്റ്റേഷനുള്ളിൽ സ്വയം തല ഭിത്തിയിലിടിച്ച് പരിക്കേൽപ്പിക്കാനും നോക്കുന്നുണ്ട്.